ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരൻ മാത്രമേ എന്നെ പപ്പാടെ ദേഹത്ത് കൈ തൊട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എനിക്ക് അങ്ങനെ അടിക്കാനൊന്നും ആരും വരുത്തൂല. ചിരിച്ച മുഖത്തോടല്ല വേറൊരാളെടുത്ത് ആർക്കും ഒരു ദ്രോഹത്തിന് പോകാത്ത ആളാണ്. പിന്നെ ഇവര് ആദ്യം പറഞ്ഞ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പം അടിച്ചെന്ന് തെളിവ് വന്നപ്പോഴാണ് ഇപ്പം അടുത്തത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ആയിരുന്നായിരിക്കും, പക്ഷേ ഇടിച്ചെടുത്ത് വെള്ളക്കെട്ടുണ്ടായി, അവിടെ പഴുപ്പായി, അങ്ങനെയല്ലേ എല്ലാം സംഭവിച്ചത്. എല്ലാം സംഭവിച്ച് ഞങ്ങൾക്ക് ഇല്ലാതാക്കി. ഈ കുടുംബങ്ങൾ പലതും തകർത്തുകൊണ്ടിരിക്കുക. അവർ പോലീസുകാരെന്ന് പറയുന്നവർ എല്ലാ കുടുംബങ്ങളും തകർത്തുകൊണ്ടിരിക്കുക. മരിക്കാനാണെങ്കിൽ ഞങ്ങൾ 4 പേരും എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നിൽക്കാൻ പോയിട്ടും ഞങ്ങൾ അതിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴെന്തൊക്കെ നീതി കിട്ടണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. എനിക്കാർക്ക് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാണ് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ഓരോരുത്തരും വെറുതെ വിടണ്ടേന്ന്. എന്നിട്ട് ഇല്ലാതാക്കി, അവരെ മാപ്പം ഉമ്മാക്കും ഇല്ലാതാക്കി, ഞങ്ങൾക്കും ഇല്ലാതാക്കി. എത്ര കുടുംബങ്ങളാവൻ നശിപ്പിച്ച. എന്നിട്ട് എനിക്കൊക്കെ നീതി കിട്ടുന്നില്ല. നീതി കിട്ടിയില്ലെങ്കിൽ 3 പേരുടെ കൂടെ അവര് കാണും. അവരെ കൊണ്ട് തീറ്റിട്ട് ഇത് ഞങ്ങളതേ ഉള്ളു. ഞങ്ങളെ ശവവും കൂടെ അവർ കൊണ്ടുപോയി തിന്നിട്ട് ഞങ്ങളൊക്കെ ഒരു വാപ്പായും അവർ കൊച്ചുങ്ങളെ നോക്കുന്ന പോലെ ഈ കൈ നോക്കുന്നത്. കുഞ്ഞുങ്ങളെങ്ങനെ നോക്കുന്നത് അതേപോലെ എൻ്റെ കൈ നോക്കിയിട്ടുള്ളത്. എൻ്റെ കാക്ക് എങ്ങനെങ്കിലും ഒന്ന് നീതി കിട്ടിയാൽ മതി. ഞാൻ പറയാം, പോലീസിൻ്റെ ഐഡി കൊണ്ടാണ് എൻ്റെ മോന് മരിക്കാൻ കാരണം. നമുക്ക് നീതി കിട്ടണം സാറേ. നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് തൂങ്ങി മരിക്കും പോലീസ് സ്റ്റേഷനിൽ. എൻ്റെ മോന് നീതി കിട്ടണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അവന് ഒരസുഖം വന്ന് കിടന്നിട്ടില്ല. ഒന്നും വന്നാൽ ഒരു പനി പോലും വന്നാലും ഇവിടെ കിടക്കത്തില്ല. നമുക്ക് നീതി കിട്ടണം. അവൻ വലിയ വണ്ടിയെല്ലാം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പൊന്നുമോനാലും ഈ പരിസരക്കാർക്കെല്ലാം അറിയാമോ, ഒരു കുഴപ്പക്കാരനും അല്ല, അങ്ങനെയുള്ള സ്വഭാവക്കാരനേ അല്ല. ഈ പരിസരം മൊത്തം അറിയാം. നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്നീ തൂങ്ങി മരിക്കും, ഇല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അവിടെ. ഞങ്ങളുടെ ജഡത്തിനും കൂടെ ഉത്തരവാദിത്തം പറയണം, എൻ്റെയും പെണ്ണിൻ്റെയും.